പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കേവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ബൈ കരിച്ചാർ നാദർഷയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഈ താറാവിനെ വെച്ചുകൊണ്ടുള്ള ഒരു മപ്പാസാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 താറാവ് എടുത്തിട്ടുണ്ട്. ഈ 5 താറാവ് ഒന്ന് വൃത്തിയാക്കി വരുന്ന സമയത്ത് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഈ 5 താറാവ് ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. 5 താറാവിനെ നല്ലതുപോലെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കണം. ഒരു കുക്കറിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നമ്മൾ ഇതിനെ ഒരു 4 വിസിൽ വരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു 1/2 കിലോ സവാള ചെറിയ പീസുകളാക്കി എടുക്കാം. ഒരു 3/4 കിലോ ചെറിയ ഉള്ളിയാണ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. 3/4 കിലോ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക് ഒരു വലിയ പച്ചമുളക് നോക്കി ഒരു 7-8 എണ്ണം ചതച്ചെടുത്തത്, മല്ലിയില ആവശ്യത്തിന്. നമുക്ക് പിന്നെ ആവശ്യമായത് പൊടികളാണ്. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 6 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 3 ടേബിൾ സ്പൂൺ, പെരുംജീരകപ്പൊടി 3 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി മൊത്തം 6 ടേബിൾ സ്പൂണാണ് നമുക്ക് ആവശ്യമുള്ളത്. കുരുമുളക് പൊടി അല്പം മുന്നിട്ട് നിൽക്കണം. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചെറിയ ഉണക്കത്തേങ്ങ കഷ്ണങ്ങളാക്കിയത് ഒരു ചെറിയ കപ്പ്, തേങ്ങയുടെ 1/4 പാൽ 2 കപ്പ്, തേങ്ങയുടെ 2/2 പാൽ ഒരു 2 കപ്പ്. നമുക്ക് ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യമായുള്ളത്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച താറാവ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും ഇട്ട് വേവിച്ചത് ഒരു 4 വിസിൽ വന്ന് ഏകദേശം ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനു വേണ്ടിയുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാം. നമുക്കിതിൽ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയുടെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഒരു 4 വലിയ തക്കാളി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 3/4 കിലോ ചെറിയ ഉള്ളി അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. എളുപ്പം വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണക്കത്തേങ്ങ കഷ്ണങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് കുട്ടനാട് രീതിയിലാണ് ഈ താറാവ് ഉപ്പാസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സവാളയും ചെറിയ ഉള്ളിയും തേങ്ങ കൊത്തൊക്കെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഈ താറാവ് ഉപ്പാസ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും പ്രത്യേകിച്ച് പലഹാരങ്ങളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇത് വളരെ ടേസ്റ്റാണ് താറാവ് ഉപ്പാസ്. അത് തേങ്ങാപ്പാലിൽ കിടന്ന് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം 1/4 പാലൊഴിച്ച് നമുക്ക് ഇറക്കി വെക്കേണ്ടതാണ്. നല്ലതുപോലെ വഴണ്ടി വന്നപ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലയൊക്കെ നമ്മൾ ഇപ്പോഴല്ല ഇടുന്നത്. അത് നമ്മൾ
നമ്മൾ ഒന്നാം പാലൊക്കെ ഒഴിച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ആ പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ താറാവ് അതിലേക്ക് തട്ടിക്കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് തട്ടിക്കൊടുക്കാം. കാരണം 5 താറാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 താറാവ് എന്ന് പറയുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, താറാവ് വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി. ഇനി നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാല് ഒന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താറാവിൻ്റെ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട്, നല്ല ഒരു മണവും വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 6 ടേബിൾ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പെരുംജീരകപ്പൊടിയും കറി മസാലപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ഇത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കും. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് തിളച്ച് വറ്റ് വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നു. ഇനി ഒന്നാം പാൽ ചേർത്ത്, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, വീഡിയോ ഓണാവാത്തത് കൊണ്ടാണ്. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് ഇളക്കിയത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നു. ഒന്നാം പാൽ ചേർത്തപ്പോൾ വീഡിയോ ഓണാവാത്തത് കൊണ്ടാണ്. ഇനി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം. ഇനി കൂടുതൽ തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ താറാവ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അത് തുറന്നപ്പോൾ തന്നെ നല്ല ഒരു മണം മുക്കിലേക്ക് അടിച്ചു കയറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ താറാവ് മപ്പാസ്. കൂടുതലും കുട്ടനാട് ഭാഗത്തൊക്കെ ഇതിന് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.